ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ CTR ഡബിൾ ട്രിപ്പിൾ 4 ടൈംസ് എന്നല്ല 10 ഇരട്ടിയായിട്ട് മാറും. നിങ്ങളുടെ വ്യൂസ് ഡെഫിനറ്റ്ലി അവിടെ കൂടി കിട്ടിയിരിക്കും. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ നിങ്ങൾക്ക് സക്സസ് ആവണമെങ്കിൽ നിങ്ങളുടെ വീഡിയോസിൽ ഒരുപാട് വ്യൂസ് കിട്ടിയേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ വീഡിയോസിന് വ്യൂസ് കിട്ടാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വഴിയെന്ന് പറയുന്നത് നിങ്ങളുടെ വീഡിയോയുടെ തംബ്നെയിലാണ്. കാരണം നിങ്ങളുടെ ഈ വീഡിയോ മറ്റൊരാളുടെ മുന്നിൽ എത്തുമ്പോൾ ഈ തംബ്നെയിൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അവരിതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഈ വീഡിയോ കാണുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായ സമയം കൊടുത്ത് അത് എത്രമാത്രം അട്രാക്റ്റീവ് ആക്കാമോ അത്രമാത്രം അട്രാക്റ്റീവ് ആക്കുക. സോ ദാറ്റ് നിങ്ങളുടെ ഈ വീഡിയോ മറ്റൊരാളുടെ മുന്നിൽ എത്തുമ്പോൾ അവർ ആ തംബ്നെയിൽ കണ്ട് അതിൽ ഇഷ്ടപ്പെട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വീഡിയോ കണ്ടു തുടങ്ങണം. പക്ഷേ ഇപ്പോൾ പുതിയതായി വന്നിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സ്, ഒരുപാട് ന്യൂ യൂട്യൂബേഴ്സ് അവരവരുടെ തംബ്നെയിലിൽ പലതരത്തിലുള്ള തെറ്റുകളും ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ അവർ ചെയ്യാൻ സാധ്യതയുള്ള 3 ഇമ്പോർട്ടൻ്റ് ആയ തെറ്റുകളെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ തെറ്റുകളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിർത്തുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ CTR ഒരുപാട് ഡൗൺ ആയി പോകും. CTR ഡൗൺ ആയി പോയാൽ നിങ്ങൾക്ക് പറയണ്ടല്ലോ, നിങ്ങളുടെ വ്യൂസും എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ സ്റ്റക്ക് ആയി പോകും. കാരണം ഈ ഓഡിയൻസിന്റെ മുന്നിൽ നിങ്ങളുടെ തംബ്നെയിലാണ് നിങ്ങളുടെ വീഡിയോയുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ തംബ്നെയിൽ കണ്ടിട്ടാണ് അവർ തീരുമാനിക്കുന്നത് നിങ്ങളുടെ വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണണോ അതോ വേണ്ടേ എന്നുള്ള തീരുമാനം എടുക്കുന്നത് ഈ തംബ്നെയിൽ കണ്ടിട്ടാണ്. അതുകൊണ്ട് നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഏറ്റവും ആദ്യത്തെ തെറ്റ് പലരും ചെയ്യുന്നത് ഈ തംബ്നെയിൽ കൊടുക്കുന്ന ടെക്സ്റ്റിലാണ്. ഈ ടെക്സ്റ്റ് കൊടുക്കുന്ന രീതിയിലാണ് പലരും തെറ്റ് ചെയ്യുന്നത്. ഇനി ഇതിനെ എങ്ങനെ തിരുത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ തംബ്നെയിൽ കൊടുക്കുന്ന ടെക്സ്റ്റ് അത് ക്ലീൻ ആയിരിക്കണം, അതേപോലെ അത് ബോൾഡ് ആയിരിക്കണം. ഇതിന് കാരണം എന്ന് പറയുന്നത് ഈ തംബ്നെയിൽ കൊടുക്കുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് തംബ്നെയിൽ ക്വിക്ക്ലി റീഡബിൾ ആയിരിക്കണം. അതായത് ഒരു പബ്ലിക് യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, യൂട്യൂബിൽ അവരിങ്ങനെ വീഡിയോസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ തംബ്നെയിൽ അവരുടെ കണ്ണിൽ പെടുന്നത് ചിലപ്പോൾ 1 മില്ലി സെക്കൻഡ് നേരത്തേക്ക്, അതല്ലെങ്കിൽ അതിലും കുറവ് സമയത്തേക്കായിരിക്കും. ഈ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ തംബ്നെയിൽ കണ്ട് അവർ ഇഷ്ടപ്പെട്ട് അതിൽ ക്ലിക്ക് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ടെക്സ്റ്റ് ഈ തംബ്നെയിലിൽ നിറച്ചു കഴിഞ്ഞാൽ അത് റീഡബിൾ ആയിരിക്കത്തില്ല. കുറച്ച് ടെക്സ്റ്റേ കൊടുക്കാവൂ, കൊടുക്കുന്ന ടെക്സ്റ്റ് ക്ലീൻ ആൻഡ് ബോൾഡ് ആയിരിക്കണം. ഇനി ഞാനിവിടെ 1-2 എക്സാമ്പിൾ നിങ്ങളെ കാണിക്കാം, നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന വീഡിയോ ഒരു ക്യാമറ വാങ്ങുന്നതിന് മുമ്പായി ശ്രദ്ധിക്കേണ്ട 5 ഇമ്പോർട്ടൻറ്റ് ടിപ്സിനെ കുറിച്ചുള്ളതാണെന്ന് കരുതുക. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ തംബ്നെയിലിൽ 5 ഇമ്പോർട്ടൻറ്റ് ടിപ്സ് ബിഫോർ ബൈയിങ് ക്യാമറ എന്നോ അല്ലെങ്കിൽ ഒരു ക്യാമറ വാങ്ങുന്നതിന് മുമ്പായി ശ്രദ്ധിക്കേണ്ട 5 ഇമ്പോർട്ടൻറ്റ് ടിപ്സ് എന്നോ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആളുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കണ്ണിൽ അത് പെട്ടെന്ന് പെടത്തില്ല, അവരത് ചിലപ്പോൾ അതിനെ ക്ലിക്ക് ചെയ്തൊന്നും വരത്തില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ 5 ക്യാമറ ടിപ്സ് എന്ന് മാത്രം കൊടുത്ത് അതിനോടൊപ്പം ഒരു ക്യാമറയുടെ ഇമേജും കൂടെ കൊടുത്ത് സംഭവത്തെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നന്നായി കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അവരുടെ കണ്ണിൽ ഡെഫിനറ്റ്ലി അവരുടെ കണ്ണിൽ അത് പെടുകയും ചെയ്യും, റീഡബിളും ആയിരിക്കും, അവരതിനെ ഉറപ്പായിട്ട് ക്ലിക്ക് ചെയ്യുകയും ചെയ്യും. അതുപോലെ മറ്റൊരു തെറ്റ് ടെക്സ്റ്റ് കൊടുക്കുന്നതിൽ പലരും ചെയ്യാറുണ്ട്. അവർ ചെറിയ ഫോണ്ടുകൾ യൂസ് ചെയ്യും, അതല്ലെങ്കിൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോണ്ടുകൾ യൂസ് ചെയ്യും. ഇത് ചിലപ്പോൾ റീഡബിൾ ആയിരിക്കത്തില്ല. നിങ്ങൾ കൊടുക്കുന്ന ടെക്സ്റ്റ് അത് പ്ലെയിൻ ആയിരിക്കണം, യൂസ് ചെയ്യുന്ന ഫോണ്ട് അത് റീഡബിൾ ആയിരിക്കണം, ബോൾഡ് ആയിരിക്കണം. അതുപോലെ ഈ ടെക്സ്റ്റ് കൊടുക്കുന്നതിൽ ചെയ്യുന്ന മറ്റൊരു വലിയ തെറ്റാണ് ഏതെങ്കിലും കളറിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ തോന്നുന്ന കളറിലുള്ള ടെക്സ്റ്റ് കൊടുക്കുക എന്നുള്ളത്. ഞാൻ ചില ആളുകളുടെ തംബ്നെയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ ഓറഞ്ച് കളർ ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് കളറിലെ ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ തംബ്നെയിലിൽ മാത്രമല്ല അവരുടെ വീഡിയോയ്ക്കുള്ളിലും അവർ ഇതേപോലെ കൊടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതും അവരുടെ ഈ വീഡിയോയോ എഡിറ്റിങ്ങിനെ കുറിച്ചുള്ള വലിയ ടിപ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന വീഡിയോയും ആയിരിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, നിങ്ങൾക്ക് ഒട്ടും വിസിബിലിറ്റി കിട്ടത്തില്ല. അപ്പോൾ നിങ്ങളിവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2-3 എക്സാമ്പിൾസ് പറയാം. അതായത് യെല്ലോ കളർ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ഫോണ്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ തിരിച്ച് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് യെല്ലോ കളറിലുള്ള ഫോണ്ട് യൂസ് ചെയ്യാം. അതുമല്ലെങ്കിൽ റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് വൈറ്റ് കളറിലുള്ള ഫോണ്ട് യൂസ് ചെയ്യാം. ഇതേ രീതിയിലുള്ള കോമ്പിനേഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫോണ്ട് അവിടെ ഷൈൻ ചെയ്യും. ഇതിനെ നമുക്ക് കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യുമ്പോൾ ഡാർക്ക് ഫോണ്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ തിരിച്ച് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ലൈറ്റ് ഫോണ്ട് യൂസ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ ഈ കംപ്ലീറ്റ് തംബ്നെയിലിന്റെ കോൺട്രാസ്റ്റ് കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് അവിടെ ഹൈലൈറ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ ഈ പബ്ലിക് യൂട്യൂബിലെ വീഡിയോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റേ ഉള്ളുവെങ്കിലും അത് ഹൈലൈറ്റ് ആയിട്ട് പെട്ടെന്ന് അവിടെ കണ്ണിൽ പെടുകയും ചെയ്യും, അവരതിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യും, നിങ്ങൾക്ക് അവിടെ കൂടുതൽ വ്യൂസ് കിട്ടുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ വലിയൊരു തെറ്റ് പല ആളുകളും ചെയ്യുന്നത്, നിങ്ങൾ നിങ്ങളുടെ തംബ്നെയിലിൽ നിങ്ങളുടെ ഫോട്ടോ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ എന്തിനെക്കുറിച്ചാണോ ഉള്ളത് അതിനനുസരിച്ച് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ നിങ്ങളിൽ പലരും നിങ്ങളുടെ ഫേസിൽ കൊണ്ടുവരാറില്ല. ഇതാണ് വലിയൊരു തെറ്റെന്ന് പറയുന്നത്. പല ആളുകളുടെയും തംബ്നെയിൽ ഞാൻ നോക്കിയിട്ടുണ്ട്, അവരവരുടെ വലിയ ഒരു സ്റ്റാൻഡിങ് ഫോട്ടോ തന്നെയായിരിക്കും ആ തംബ്നെയിലിൽ കൊടുത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല കൊടുക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ തംബ്നെയിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ് വലുതാക്കി മാക്സിമം പെർസെൻറ്റേജും നിങ്ങളുടെ ഫേസ് ആയിരിക്കണം അവിടെ വലുതാക്കി അവിടെ കാണിക്കേണ്ടത്. അതുപോലെ തന്നെ ആ വീഡിയോയിൽ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതിനനുസരിച്ചുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻ നിങ്ങളുടെ ഫേസിൽ കൊണ്ടുവന്നിരിക്കണം.
ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളൊരു ഷോക്കിംഗ് കാര്യത്തെക്കുറിച്ചാണ് ആ വീഡിയോയിൽ പറയുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു എക്സ്പ്രഷൻ, നിങ്ങളുടെ കണ്ണൊന്ന് തള്ളിയിരിക്കാം, നിങ്ങളുടെ വായ ഒന്ന് എന്ന് പറഞ്ഞിട്ട് തുറന്നിരിക്കാം. ഈ രീതിയിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കാണുന്നവർക്ക് മനസ്സിലാവും ഇത് ഷോക്കിംഗ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യമാണ്, ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയേക്കാം എന്താണ് ഇതിൽ പറയുന്നത്. അതിനൊരു പ്രത്യേകിച്ച് ഒരു അട്രാക്ഷൻ ആയിരിക്കും. നിങ്ങളുടെ ആ ടെക്സ്റ്റ് വായിച്ചില്ലെങ്കിൽ ശരി, നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യും, അതിനനുസരിച്ച് അവരതിൽ ക്ലിക്ക് ചെയ്തിരിക്കും. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ വീഡിയോയുടെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതിനനുസരിച്ചുള്ള ഒരു ഇമോഷൻ, അതിനനുസരിച്ചുള്ള ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ നിങ്ങളുടെ ഫേസിൽ കൊണ്ടുവന്ന് ആ രീതിയിലുള്ള ഫോട്ടോ എടുക്കുക. എന്നിട്ട് അതിനെ വലുതാക്കി, നിങ്ങളുടെ ഫേസിനെ വലുതാക്കി നിങ്ങൾ ആ തംബ്നെയിലിൽ കൊടുക്കുക. ഈ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ ക്ലിക്സ് കിട്ടിയിരിക്കും. നിങ്ങൾ വലിയ വലിയ ക്രിയേറ്റേഴ്സിൻ്റെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവർ ഇതേ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ മിസ്റ്റർ ബീസ്റ്റിൻ്റെ ചാനലിൽ കയറി നോക്കുക, അവരുടെ തംബ്നെയിൽ എന്ന് പറയുന്നത് എല്ലാം അവരുടെ ഫേസ് വലുതാക്കി ആ വീഡിയോയ്ക്ക് അനുസരിച്ചുള്ള എക്സ്പ്രഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ CTR ഡബിൾ ട്രിപ്പിൾ 4 ടൈംസ് എന്നല്ല 10 ഇരട്ടിയായിട്ട് മാറും. നിങ്ങളുടെ വ്യൂസ് ഡെഫിനറ്റ്ലി അവിടെ കൂടി കിട്ടിയിരിക്കും. ഇനി മൂന്നാമത്തെ മിസ്റ്റേക്ക് പലരും ചെയ്യുന്നത്, നിങ്ങൾ അടിപൊളി തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ ആ തംബ്നെയിൽ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു സ്റ്റോറി പ്രസൻറ്റേഷൻ ഉണ്ടാകാറില്ല. എന്ന് പറഞ്ഞാൽ ഒരാൾ നിങ്ങളുടെ തംബ്നെയിൽ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഒറ്റ ഫ്രെയിമിൽ നിന്നും നിങ്ങൾ എന്താണോ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ച് ഒരു വൺ ലൈൻ സ്റ്റോറി ആളുകൾക്ക് കൺവേ ആകുന്നുണ്ടാവില്ല. ഇനി ഒന്നും കൂടെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആ തംബ്നെയിൽ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ എന്തിനെക്കുറിച്ചാണ് ആ തംബ്നെയിൽ, എന്തിനെക്കുറിച്ചാണ് നിങ്ങളുടെ ആ വീഡിയോ എൻ്റർടൈൻമെൻറ്റിനെ കുറിച്ചാണെങ്കിൽ അത് എന്തിനെക്കുറിച്ചാണെന്ന് ഒരു ചെറിയ ഒരു ഐഡിയ കിട്ടണം. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തെക്കുറിച്ചാണ്, സ്റ്റോറി ടെല്ലിങ്ങിനെ കുറിച്ചാണെങ്കിലും എന്തിനെക്കുറിച്ചാണെങ്കിലും ശരി, ഒരു ചെറിയ ഐഡിയ ആളുകൾക്ക് അതിൽ ആ തംബ്നെയിലിൽ നിന്ന് ഒറ്റ ഫ്രെയിമിൽ നിന്ന് ആളുകൾ മനസ്സിലാക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ അവരതിൽ ക്ലിക്ക് ചെയ്യത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളൊരു വീഡിയോ ചെയ്യുകയാണ്, ടോപ്പ് 5 ലാപ്ടോപ്സ് അണ്ടർ 50,000. ഈ ഒരു വീഡിയോയുടെ തംബ്നെയിലിൽ നിങ്ങൾ കുറേ ടെക്സ്റ്റ് വാരി വലിച്ചു കൊടുത്ത് അതിനോടൊപ്പം കുറേ ലാപ്ടോപ്സിൻ്റെ ഇമേജും കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ വർക്ക് ആവത്തില്ല. അതിന് പകരം നിങ്ങളൊരു 5 ലാപ്ടോപ്പിൻ്റെ ഫോട്ടോ കൊടുക്കാം, അതല്ലെങ്കിൽ ഒരു ഒറ്റ ലാപ്ടോപ്പിൻ്റെ ഫോട്ടോ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോ താഴെയായിട്ട് അണ്ടർ 50,000 ഇത്ര മാത്രം കൊടുക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ സ്മൈൽ ചെയ്യുന്ന ഒരു ഫോട്ടോ, നിങ്ങൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ, കാരണം ഒരു ഹാപ്പി ന്യൂസ് ആണ്, ഇവിടെ മെസ്സേജ് ആളുകൾക്ക് കറക്റ്റ് ആയിട്ട് കൺവേ ചെയ്യും. മാത്രമല്ല ഇതിനായിരിക്കും കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാകുന്നതും, ഇവിടെയായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ക്ലിക്സ് കിട്ടുന്നതും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ തംബ്നെയിൽ ആ ഒരു ഒറ്റ ഫ്രെയിമിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ്, നിങ്ങളുടെ ഇമേജസ്, അതുപോലെ നിങ്ങളുടെ ഫോട്ടോ, ഈ കാര്യങ്ങളിൽ നിന്നും ആളുകൾക്ക് ഒരു വൺ ലൈൻ സ്റ്റോറി കറക്റ്റായിട്ട് അവർക്ക് മനസ്സിലാവും. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ക്ലിക്സും കൂടുതൽ വ്യൂസും കിട്ടിയിരിക്കും. അതുപോലെ ഫോട്ടോയെക്കുറിച്ച് മറ്റൊരു കാര്യങ്ങളുണ്ട്, നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു നല്ല ഫോട്ടോ, ഇമോഷൻസ് ഫീൽ ചെയ്യിക്കാൻ പറ്റുന്ന നല്ല ഒരു ഫോട്ടോ മാത്രം മതി, മറ്റൊരു ശബ്ദത്തിൻ്റെ ആവശ്യം അവിടെ ഇല്ല. അപ്പം നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ആ ഇമോഷൻ ഫീൽ ചെയ്യുന്നുള്ളൊരു ഫോട്ടോയും അതിനനുസരിച്ച് മറ്റ് കാര്യങ്ങൾക്കുള്ള ഇമേജസും കൊടുത്തു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, മറ്റൊരു ടെക്സ്റ്റിൻ്റെ അവിടെ ആവശ്യം വരത്തില്ല, നിങ്ങൾക്ക് അവിടെ നല്ല വ്യൂസ് കിട്ടിയിരിക്കും. അപ്പോൾ എന്തൊക്കെ തെറ്റുകളാണ് ഒരു തംബ്നെയിലിൽ ആളുകൾ ചെയ്യുന്നതെന്നും അത് എങ്ങനെ നമുക്ക് തിരുത്താം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ തെറ്റുകൾ തിരുത്തി ഇനി മുന്നോട്ട് പോവുക. കാരണം തംബ്നെയിലാണ് നമ്മുടെ വീഡിയോയ്ക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് തരുന്നതും, അതുപോലെ തന്നെ ഈ തംബ്നെയിലാണ് നമ്മുടെ ഈ ചാനലിനെയും വൈറലാക്കുന്നത്. അതുകൊണ്ട് തംബ്നെയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, തംബ്നെയിൽ എത്രയും നന്നാക്കാമോ അത്രയും നന്നാക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.